നീറ്റ് റിസൾട്ട് വന്നതിൻ്റെ അന്ന് മുതൽ കുറച്ച് പേരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കേണ്ടായി, അതേ സംഗതി ജസ്റ്റ് മിസ്സായി, പ്രാവശ്യം ടഫായതാണ് പ്രശ്നമായത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഇനി എന്താ വേണ്ടേ, റിപ്പീറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നോക്കണോ എന്നുള്ളതാണ്. ഇതിൽ പ്രൈമറിലി കൺസിഡർ ചെയ്യേണ്ടത് കുട്ടികളുടെ ഇൻട്രസ്റ്റാണ്. കുട്ടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി റിപ്പീറ്റിങ്ങിന് പോകണം. ആ ഒരു വർഷം അത് വെർത്താണ്. നമുക്ക് ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് മതി ഫ്യൂലായിട്ട്. ഹാർഡ് വർക്കിനും മെൻ്റൽ കാംനെസ്സിനും ഒക്കെ ആ ഒരു ഒറ്റ ഫയർ മതി. അധികം ബേജാറാവാതെ ആ ഫയറോട് ഇത് എനിക്കുള്ളതാണ് നെക്സ്റ്റ് എക്സാം എന്നുള്ള ആ ഒരു ഫയർ മാത്രം മതിയാവും. BSc ഫിസിക്സ് കിട്ടാത്ത കാരണം കൊണ്ട് റിപ്പീറ്റിങ്ങിന് പോയി MBBS കോഴിക്കോട് കയറി. ഇന്ന് അയാൾ സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ. വേറൊരു ഫ്രണ്ട് MBBS കിട്ടാത്തതുകൊണ്ട് BSc നഴ്സിങ്ങിന് കയറി. അതിൻ്റെ അവസാനത്തെ 2 മാസം കുത്തിയിരുന്ന് പഠിച്ച് MBBS കയറി. ഇന്ന് അദ്ദേഹം ഒരു ഫേമസ് ഓർത്തോപീഡീഷ്യനാണ്. ഇതുപോലെ കുറച്ചധികം കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ വെർത്താണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം. ഇൻട്രസ്റ്റ് ഇല്ല, 10-35 വയസ്സ് വരെ പഠിക്കാൻ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പരിപാടി വെക്കണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിനൊക്കെ പോവാം. അതല്ല ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ നീറ്റ് 2026.